നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തെക്കുമുറി വന്യേരി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 20ാം വാർഷികാഘോഷം സ്വപ്നനഗരിയിൽ വെച്ച് നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷം വഹിച്ച ചടങ്ങ് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്ത് ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രതിഭ രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. 32ാം വാർഡ് കൗൺസിലർ ശ്രീമതി സരോജ ദേവി, അസോസിയേഷൻ മുൻ സെക്രട്ടറി ശ്രീ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. രാവിലെ 9 മണിക്ക് കുട്ടികൾക്കുള്ള പെയിന്റിംഗ്, ഡ്രോയിംഗ് മത്സരങ്ങൾ നടന്നു. തുടർന്ന് 3 മണി മുതൽ വിവിധതരം സ്റ്റേജ് തര മത്സരങ്ങൾ അരങ്ങേറി. ഉദ്ഘാടന ശേഷം വിവിധതരം ഡാൻസ് പരിപാടികൾ, കലാപരിപാടികൾ, നാടകം എന്നിവ അരങ്ങേറി. ജോയിന്റ് സെക്രട്ടറി നന്ദി പ്രകാശിപ്പിച്ചു. യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന ചൊല്ലുന്നത് പ്രതിഭ ബിബി, ദിനു ജോൺ. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. വന്യേരി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ 20ാം വാർഷിക ആഘോഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒത്തൊരുമ, നമ്മുടെ സ്നേഹ കൂട്ടായ്മ, നമ്മുടെ സഹകരണ മനോഭാവം എന്നിവ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയേറിയ ഒരു നിമിഷം നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം. 20 വർഷം നമ്മൾ അതിഗംഭീരമായി തന്നെ ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത്ഭുതം തോന്നാം. അതാ ഞാൻ പറഞ്ഞത് എൻ്റെ കുടുംബാംഗങ്ങളെ എന്നുള്ളത്. നമ്മളൊരു കുടുംബമായിട്ട്, കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബമായിട്ടാണ് നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷനിലെ ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ആഘോഷിക്കുന്നു, നമ്മൾ കുറച്ച് കുടുംബങ്ങൾ ഒത്തുചേരുന്നൊക്കെ ഉണ്ട്. പക്ഷെ സഹജീവികളായിട്ട് നമ്മളെ ചുറ്റുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുക, ചെറിയ സാന്ത്വനവാക്കുകൾ, ഒരു കൈ സഹായം ഒക്കെ പലരെയും ഈ പറയുന്നത് പോലെ മരണത്തിൽ നിന്ന് വരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പം ഈ പുതുവർഷത്തിൽ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ രീതിയിലാകട്ടെ, നമ്മുടെ എല്ലാ വീടുകളിലും സന്തോഷം കളിയാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശംസിച്ച പ്രതിഭ PP, ഇവിടെ ആശംസകൾ നേരുന്ന പ്രിയപ്പെട്ട സരോജാദേവി, വളരെ നല്ല രീതിയിൽ 10, 20, 30 ആളുകൾ താമസിക്കുന്ന, ഇപ്പം എൻ്റെ വീട്ടിൽ പോലും ഒരു സമയത്ത് 30ൻ്റെ മുകളിൽ മക്കളും മരുമക്കളും മാതാപിതാക്കളും അടങ്ങുന്ന, മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബ സംവിധാനമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. അന്നാര മേഖലയായാലും ഈ പ്രദേശമായാലും താഴേപ്പാലം അപ്പുറത്തൊക്കെ അതേ സിസ്റ്റമായിരുന്നു, ആ സിസ്റ്റമാറ്റിക് ആയിരുന്നു പോയിരുന്നത്. അന്നൊക്കെ നമുക്ക് വളരെയധികം സ്നേഹവും സന്തോഷവും, ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ കഴിയുന്ന അടുത്ത വീട്ടുകാർ, വളരെ സൗഹാർദ്ദത്തോടു കൂടി ജാതിമത ഭേദമന്യേ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. നമ്മൾ പഴയ കാലത്ത് മിഠായി വാങ്ങുമ്പോൾ എന്താണ്, ഈ ലാസഞ്ചർ മിഠായി, ലാസ വളഞ്ഞിട്ടൊരു മിഠായി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കടല മിഠായി, അല്ലെങ്കിൽ കോട്ടി മിഠായി എന്ന് പറയും. ഏറ്റവും രുചിയും കുറച്ച് പൈസയും കൂടുതലുള്ള പാരീസ്. ബിസ്ക്കറ്റിൽ എന്താണ്, ഗുൾഗോസ്. ഇത്തരം സാധനങ്ങളൊക്കെയാണ് നമുക്ക് കടയിൽ കിട്ടുക. ഇന്ന് വ്യത്യസ്തമായ പല കെമിക്കലുകളും ചേർത്ത് നിർമ്മിക്കുന്ന, കുട്ടികൾക്ക് ഏറ്റവും വായിൽ സ്വാദൂറുന്ന, അത് കഴിച്ചാൽ വീണ്ടും 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 കഴിക്കണം എന്ന് തോന്നുന്ന പല തരം മിഠായികളും, അതുപോലെ തന്നെ പലതരം ടേസ്റ്റിലുള്ള മറ്റു പദാർത്ഥങ്ങളും ഒടുങ്ങിയ സാധനങ്ങളാണ് ഇന്ന് വിൽക്കപ്പെടുന്നത്. വിജയമാറ്റിയുടെ വന്യേരി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആദരം. അസോസിയേഷന് വേണ്ടി അദ്ദേഹത്തിന് ആദരം നൽകുന്നത് നമ്മുടെ ആദരണീയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ബൈഹാജിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഭാരത് മെഡൽ ഓഫ് മെറിറ്റ് ലഭിച്ച വിജയമാഷക്ക് വന്യേരി നഗറിന്റെ ആദരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
വന്യേരി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ 20ാം വാർഷിക ആഘോഷവേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ വാർഡിലാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ നിലനിൽക്കുന്നത്. അതിന് വളരെയധികം അഭിമാനമുണ്ട് എനിക്ക്. കഴിഞ്ഞ തവണ ഇതേ അസോസിയേഷൻ വാർഷികത്തിൽ വന്യേരി നഗർ ഡ്രൈനേജ് ശരിയാക്കണമെന്ന് പറഞ്ഞ് ഈ കൂട്ടായ്മ ആവശ്യപ്പെട്ടിരുന്നു. അത് മാർച്ച് അവസാനം ആവുമ്പോഴേക്കും പ്രവൃത്തി പൂർത്തീകരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഞാൻ പോലും അതിന് നിമിത്തം, ബാക്കിയെല്ലാം നിങ്ങളുടെ സഹായങ്ങളും നിങ്ങളുടെ സഹകരണങ്ങളും ഉള്ളത് കൊണ്ടാണ് ഈ അസോസിയേഷൻ ഇപ്പോഴും ഈ രീതിയിൽ നടന്നു പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്ന് ഇത് നടത്തുന്ന സമയത്ത് ആകെ 40 വീട് തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. 40ഓളം വീടുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 60 വീടുകളായി മാറിയിട്ടുണ്ട്. വന്യേരി നഗർ വന്ന് ഏറിയ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നു. ആരോട് പറയാനേ, കണ്ടില്ലേ, കേട്ട ഭാവം പോലും ഇല്ലാതെ ഇരിക്കണത്. നേരെ അങ്ങോട്ട് വെളിച്ചായ ഒന്നുകിൽ പേപ്പർ, അല്ലെങ്കിൽ TV, അല്ലെങ്കിൽ മൊബൈൽ, വേറെ ഒരു പണിയില്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ഗുഡ് മോർണിംഗ് നേരെ ഉച്ചയായിട്ടാണ് അവൻ്റെ ഒരു ഗുഡ് മോർണിംഗ്. നിനക്ക് ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കഴിക്കാം കേട്ടാ. അമ്മേ, മോനെ, എന്റെ കുട്ടി വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചു പോയല്ലോ പപ്പേട്ടാ. ഭക്ഷണത്തിന്റെ ആവും. അത് അവന്റെ ഭക്ഷണത്തിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കും. കണ്ടില്ലേ, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ച്, അവൻ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഒന്ന് അന്വേഷിച്ച്, എവിടെ ഒരു വിവരമില്ല. നീ എന്താ ചെയ്യാ ടീച്ചറെ? എവിടെയായിരുന്നു പപ്പേട്ടാ? മീഡിയ ന്യൂസ് തിരൂർ.